ഗർഭാവസ്ഥയുടെ തുടക്കത്തിലും അവസാനത്തിലും ഗ്യാസ് ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ്. കഠിനമായ വയറുവേദന, അസ്വസ്ഥത, വയറുവീർക്കൽ തുടങ്ങിയ ലക്ഷണങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗർഭകാലത്ത് ഗ്യാസ് ഉണ്ടാകുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണ്. ഇത് മലവിസർജനത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനോ മലബന്ധത്തിനോ കാരണമാകുന്നുണ്ട്. ഇത് കുടലിൽ ഗ്യാസ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഗർഭകാലത്ത് ഗ്യാസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നെഞ്ചിലേക്ക് പടരുന്ന ഒരു തരം മലബന്ധം പോലെ തോന്നുന്ന തീവ്രമായ വയറുവേദന, വായുവിൻ്റെ വർധനവ്, അമിതമായ ഏമ്പക്കം, മലബന്ധം, വീർത്ത വയറ്, കുടൽ മലബന്ധം എന്നിവയെല്ലാമാണ്. വയറുവേദനയ്ക്ക് പുറമെ സ്ത്രീകൾക്ക് കടുത്ത ഓക്കാനം അല്ലെങ്കിൽ ഛർദി അല്ലെങ്കിൽ വയറിളക്കം എന്നിവയും അനുഭവപ്പെടാം. ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് ഗർഭകാലത്ത് ഗ്യാസ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും പ്രൊജസ്ട്രോണിൻ്റെ വർധനവ് മൂലം. ഈ ഹോർമോൺ ദഹനനാളത്തിൻ്റെ പേശികൾ ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ പേശികൾക്ക് വിശ്രമം നൽകുന്നു. ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും വാതകം അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ മലവിസർജനം കുറയുന്നത് മലബന്ധത്തിനും കാരണമാകും. ഇത് വാതക ഉൽപ്പാദനത്തിനും കാരണമാകുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഗ്യാസ് ഒഴിവാക്കാനുള്ള ചില വഴികളാണ് ഇനി പറയുന്നത്. ജലാംശം നിലനിർത്താൻ ശ്രമിക്കുക. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിലെ ജലാംശം നിലനിർത്തണം. ഇത് മലം മൃദുവാക്കാനും കുടൽ ഒഴുക്ക് പ്രോത്സാഹിപ്പിക്കാനും ഗ്യാസ്, മലബന്ധം എന്നിവ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയ ഉയർന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മലബന്ധം, ഗ്യാസ് എന്നിവ തടയാനും ചികിത്സിക്കാനും സഹായിക്കും. ഉയർന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലായ്പ്പോഴും ധാരാളം വെള്ളത്തോടൊപ്പം മാത്രം കഴിക്കണം. കഴിക്കുന്ന നാരുകൾ മലത്തിൽ വെള്ളം ആഗിരണം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് മലവിസർജനം സുഗമമാക്കും. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുകയോ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യണം. ചോളം, മുട്ട, ക്യാബേജ്, ഉള്ളി, ബ്രൊക്കോളി, ബീൻസ്, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഈ ഭക്ഷണങ്ങൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇത് വാതക ഉൽപ്പാദനത്തിനും കാരണമാവുന്നു. അതുപോലെ ഭക്ഷണങ്ങൾ ചവയ്ക്കുന്നതിനിടയിൽ സംസാരിക്കുന്നത് കൂടുതൽ വായു വിഴുങ്ങാൻ ഇടയാക്കും. ഈ വായു ദഹനനാളത്തിൽ അടിഞ്ഞുകൂടുകയും ആമാശയത്തിലോ കുടലിലോ അധിക വാതകം ഉണ്ടാക്കുകയും ചെയ്യുന്നു. സാവധാനം കഴിക്കുന്നതും ഭക്ഷണം നന്നായി ചവയ്ക്കുന്നതും ഭക്ഷണം ദഹിപ്പിക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഇത് ഗ്യാസ് തടയാനോ ഒഴിവാക്കാനോ സഹായിക്കും. സോഡ അല്ലെങ്കിൽ തിളങ്ങുന്ന വെള്ളം പോലുള്ള പാനീയങ്ങൾ ദഹനവ്യവസ്ഥയിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഇത് അധിക വാതകത്തിന് കാരണമാകുന്നു. കാർബണേറ്റഡ് പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുകയോ മിതമായി കഴിക്കുകയോ ചെയ്യണം. പകരം വെള്ളം അല്ലെങ്കിൽ പ്രകൃതിദത്ത ജ്യൂസുകൾ പോലുള്ള കാർബണേറ്റഡ് അല്ലാത്ത പാനീയങ്ങൾ തിരഞ്ഞെടുക്കാം. സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കുക. അയഞ്ഞതും സുഖപ്രദവുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഗ്യാസ് ഒഴിവാക്കാൻ നല്ലത്. കാരണം ആമാശയത്തിലോ കുടലിലോ കംപ്രസ് ചെയ്യുന്ന ഇറുകിയ വസ്ത്രങ്ങൾ ഗ്യാസ് അടിഞ്ഞുകൂടാൻ കാരണമാകും. പ്ലം ജ്യൂസ് കുടിക്കുക. കുടലിലെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ പ്ലം ജ്യൂസിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഗർഭകാലത്ത് ഗ്യാസ് ഉണ്ടാകാനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നായ മലബന്ധം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പതിവായി വ്യായാമം ചെയ്യുന്നതും ശ്വസന വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുന്നതും ദഹനം മെച്ചപ്പെടുത്താനും പതിവായി മലവിസർജനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. ഇത് വാതക ഉൽപ്പാദനവും കുറയ്ക്കും. ഗർഭകാലത്ത് ഗ്യാസ് പ്രശ്നത്തിനുള്ള മരുന്നുകൾ സിമത്തിക്കോൺ, ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നിവ ഉപയോഗിക്കുന്നത് ഗ്യാസ് കൂടുതൽ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കും. മിതമായ അസ്വസ്ഥതയും വേദനയും കുറയ്ക്കാൻ ഇവ കഴിക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.